ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഇന്ന് എൻ്റെ ഒരു പീരീഡ്സ് ഡേ ആണ് കേട്ടോ. എന്താ പറയുക, ഇന്നൊരു ചത്ത് കുത്തി പണ്ടാരമടങ്ങിയൊരു ദിവസമായിരുന്നു. നല്ല വയറുവേദന ഉണ്ടായിരുന്നു. നമ്മൾ വയറുവേദനയും വയ്യാഴികയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. വല്ലതും വീട്ടിലേക്ക് പോകണ്ടേ, ഞം തിന്നണ്ടേ, അപ്പം എന്തായാലും ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, ചോറാവുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്രോസറി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെലിവർ ആവും. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ ഉള്ളിയൊക്കെ വഴറ്റി എല്ലാം സെറ്റാക്കാം. അങ്ങനെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ എന്താ പറയുക, കുറച്ച് ഗ്രോസറിയൊക്കെ വേണ്ടതുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ചിക്കൻ ഓർഡർ ചെയ്ത് അങ്ങനെ ചിക്കൻ വന്നതിന് ശേഷം ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസും കൂടെ ഞാൻ എന്താ പറയുക ഇങ്ങനെ കുനുകുന അരിഞ്ഞ് ഞാനെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നിന്ന് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും ഒക്കെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. നല്ല വയറുവേദന, നല്ല വയ്യാഴികയുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യുമായിരുന്നു. എത്രയും പെട്ടെന്ന് എനിക്കിതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് പോയി കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അങ്ങനെ എന്താ പറയുക, ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് ബാക്കി, ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് ഞാനിവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് വിചാരിച്ചു ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കേടൊക്കെ ഇട്ടിട്ടൊക്കെ സെറ്റാക്കുന്നത്. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സൊക്കെ തിന്നാൻ ചെറിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും നിന്നുകൊണ്ട് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ ചിക്കൻ ഫ്രൈ എല്ലാം കരിഞ്ഞു പോയി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും സെറ്റാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ പറ്റും. എനിവേസ് അത് പിന്നെ ഞാനെടുത്ത് ഞാൻ കളഞ്ഞു. അതിന് ശേഷം നിന്ന് ഞാൻ ചോറൊക്കെ തിന്നു. അവിടെ ഇരുന്നൊന്നും തിന്നാനൊന്നും എനിക്ക് വയ്യായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് തന്നെ അങ്ങ് പെട്ടെന്ന് തിന്നിട്ട് പോയി അങ്ങ് കിടക്കാമെന്ന്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. അപ്പം ഞാൻ പോട്ടെ, ബായ്.